ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നക്ഷത്ര 1111ലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണ് എന്ന് നോക്കാം. അതുപോലെ ഇന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നും നോക്കാം. ഈ സമയത്തെ നിങ്ങളുടെ എനർജി എന്താണ് എന്ന് നോക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക. ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. ഈ ഒരു റീഡിംഗ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്നതാണ്. നിങ്ങളിതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്, എന്ത് ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ ബോട്ടം വന്നിട്ടുള്ളത് അവേക്കണിംഗ് ആണ്. അപ്പോൾ നിങ്ങൾക്കൊരു സ്പിരിച്വൽ അവേക്കണിങ്ങിൻ്റെ സമയമാണ്. ഇതൊരു ഹാങ്ഡ് മാൻ്റെ എനർജിയാണ്. അപ്പോൾ വേറൊരു കാഴ്ചപ്പാടിലൂടെ ഈ സമയം നിങ്ങൾ ഓരോ സാഹചര്യങ്ങളെയും കാണാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ജീവിതത്തെ കാണാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഈ ഒരു സമയം വേറെങ്ങുമില്ലാത്ത ഒരു സമാധാനവും സന്തോഷവും ഒക്കെ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. നിങ്ങൾ എത്ര ടെൻസ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ ആയിരുന്നാലും ഈ സമയം ആ ഒരു ടെൻഷനൊക്കെ നിങ്ങൾ മറന്ന് വളരെ കൂളായിട്ട് നിങ്ങൾക്കിരിക്കാൻ പറ്റും എന്നുള്ളതാണ്. അതുപോലെ വരുന്നതെല്ലാം വന്നോട്ടെ എന്നൊരു ധൈര്യം നിങ്ങൾക്ക് തോന്നുമെന്നുള്ളതാണ്. പാസ്റ്റിൽ നിങ്ങൾ ചെറിയ കാര്യങ്ങൾക്ക് വളരെയധികം ടെൻഷൻ അടിച്ച് വിഷമിച്ചിരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, ഒരുപാട് വെപ്രാളപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ സമയം നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് ഇതൊക്കെ വരേണ്ടതാണ്, അല്ലെങ്കിൽ ഇങ്ങനൊരു എക്സ്പീരിയൻസ് എനിക്ക് കിട്ടി, ഇത് കടന്നു പോകട്ടെ എന്ന് വളരെ ശാന്തമായിട്ട് നിങ്ങൾ ആലോചിക്കുന്ന ഒരു സമയമാണ്. കാരണം മറ്റുള്ളവരെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ നിങ്ങൾക്ക് കിട്ടുമെന്ന് കാണുന്നുണ്ട്. നിങ്ങൾ ചിലപ്പോൾ വിചാരിച്ചതുപോലെ അല്ല മറ്റുള്ള ആൾക്കാർ എന്ന് നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം ഇത് അറിഞ്ഞത് നന്നായി എന്ന് നിങ്ങൾ ചിന്തിക്കുന്നു എന്നാണ് കാണുന്നത്. അതുപോലെ മറ്റുള്ളവരോട് സഹാനുഭൂതിയും സ്നേഹവുമൊക്കെ നിങ്ങൾക്ക് ഈ ഒരു സമയം തോന്നുമെന്നും കാണുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു തിരിച്ചറിവിൻ്റെ സമയമാണ്. നിങ്ങളുടെ സ്ട്രെങ്ത് എത്രമാത്രമാണ് ഉള്ളത് എന്നതിൻ്റെ ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട്. നിങ്ങളെക്കുറിച്ച് വിചാരിച്ചിരുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടാവാം. മറ്റു ചില വ്യക്തികളെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങളെപ്പറ്റി ഒരു തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകുമെന്നും കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാകണം എന്നൊരു തോന്നൽ വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ എത്ര ടഫായിട്ടുള്ള സിറ്റുവേഷനെയും ഹാൻഡിൽ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുമെന്ന് നിങ്ങൾ തിരിച്ചറിയുന്ന ഒരു സമയം കൂടിയാണ് ഇത്. പിന്നെ ഇവിടെ 3 ഓഫ് വാണ്ട്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തോ ഒരു കാര്യം ഇവിടെ പ്ലാൻ ചെയ്യുന്നു എന്നാണ് കാണുന്നത്. ഫ്യൂച്ചറിലേക്കുള്ളൊരു പ്ലാനിങ് ആണ് നടക്കുന്നത് എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങൾ മറ്റെവിടെയെങ്കിലും പോകാനായിട്ട് ഒരു പ്ലാനിങ് നടത്തുന്നുണ്ടായിരിക്കാം. ചിലപ്പോൾ ഏതെങ്കിലും എക്സാം എഴുതി നിങ്ങൾ കാത്തിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് കാത്തിരിക്കുന്നവർ അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ അത് ലോങ് ടൈം ആയിട്ടുള്ള ഒരു പ്ലാനിങ് ആണ്. കുറച്ച് വർഷത്തേക്ക് വേണ്ടിയുള്ളൊരു കാര്യം നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്നു എന്നാണ്. അപ്പോൾ അതൊരു വീട് വെക്കുന്ന കാര്യമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യമായിരിക്കാം,
അപ്പോൾ ഒരു ലോങ് ടൈം ആയിട്ടുള്ളൊരു കാര്യം നിങ്ങൾ പ്ലാൻ ചെയ്യുന്നു എന്നാണ് ഇതിൽ കാണുന്നത്. പിന്നെ ചില ആൾക്കാർക്ക് നിങ്ങൾ കുറച്ചുകൂടി ചില കാര്യങ്ങൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ ഈ ഒരു സമയം നിങ്ങൾ ഒരുപാട് ചിന്തിക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട്. ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഒന്നുകൂടി ഒന്ന് അനലൈസ് ചെയ്യുന്ന ഒരു എനർജി ഇതിലുണ്ട്. ചില ആൾക്കാർ വേറെ ഏതെങ്കിലും രാജ്യത്തേക്ക് നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ അതിൻ്റെ ഒരു പ്രൊസീജിയറൊക്കെ നടക്കുന്ന ഒരു എനർജിയും ഇതിൽ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരു ട്രാവൽ നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ട്. പിന്നെ ഇവിടെ 7 ഓഫ് വാൺസിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങളിവിടെ ഒരു റിസ്ക് എടുക്കാൻ തീരുമാനിക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ മറ്റുള്ളവർ ആരെങ്കിലും നിങ്ങളെ എതിർക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർ ചെയ്യണ്ടെന്ന് പറഞ്ഞ കാര്യം ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു സമയം നിങ്ങൾക്ക് ചെയ്യാൻ തോന്നും എന്നുള്ളതാണ്. അപ്പോൾ റിസ്ക് എടുക്കാതെ ആരും തന്നെ ജയിച്ചിട്ടില്ല എന്നുള്ളതാണ്. നമുക്ക് ഒരു സക്സസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് റിസ്ക് എടുക്കാൻ തയ്യാറാവണം. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോകാനാണ് ഡിവൈൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ സാധിക്കാൻ പറ്റും. അത് എത്ര റിസ്ക് ആണെങ്കിലും നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ അനുസരിച്ചാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അല്ലാതെ അത് എനിക്ക് പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് അത് ചെയ്യാൻ പോകരുത്. നിങ്ങൾക്കിത് പറ്റുമെന്ന് നിങ്ങൾ ഉറപ്പിച്ച്, നിങ്ങൾ വിശ്വസിച്ച്, നിങ്ങൾക്ക് ഉറപ്പായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളോട് അത് ചെയ്യാനാണ് ഈ ഒരു 7 ഓഫ് വാൺസിൻ്റെ ഒരു എനർജി പറയുന്നത്. കാരണം മറ്റുള്ളവരെല്ലാവരും നിങ്ങളോട് ചിലപ്പോൾ വേണ്ടാന്ന് പറയുന്ന ഒരു കാര്യമായിരിക്കാം. അപ്പോൾ നിങ്ങളുടെ മനസ്സാക്ഷിയോട് ചോദിച്ച് നിങ്ങളുടെ ഫ്രീ വില്ല് ഉപയോഗിച്ച് അത് തീരുമാനിക്കുക എന്നുള്ളതാണ് ഇവിടെ ഡിവൈൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ വരുന്ന ഏതൊരു തടസ്സത്തെയും മറികടന്ന് മുന്നോട്ട് പോകാൻ ഈ ഒരു സമയം സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. പിന്നെ ഇവിടെ നൈറ്റ് ഓഫ് സോർഡ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് എന്ത് ചെയ്യാനും ഒരു മനസ്സ് തോന്നിക്കും എന്നുള്ളതാണ്. ഒരു ഹൈ വൈബ്രേഷണൽ എനർജിയാണ് ഈ സമയം നിങ്ങൾക്കുള്ളത്. വളരെ ഹാപ്പി ആയിട്ടിരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. കുറേ ആൾക്കാർക്ക് ഇതൊരു പ്രണയത്തിലൊക്കെ വീണു പോയ ഒരു സമയമാണ്. ഒന്നുകിൽ നിങ്ങൾ പാസ്റ്റിൽ ഉള്ള ഒരാളുമായിട്ട് ഒന്ന് റീകണക്റ്റ് ചെയ്യുന്നതായിരിക്കാം. കുറച്ച് ആൾക്കാർക്ക് പുതിയൊരു പ്രണയം നിങ്ങളിലേക്ക് വന്നതായിരിക്കാം. അപ്പോൾ ഈ ഒരു ലവ് എനർജി എന്ന് പറയുന്നത് അതിൻ്റെ ഒരു വൈബ്രേഷൻ വളരെ ഹൈ ആണ്. ഇത്തരത്തിലൊരു എനർജി നിങ്ങൾക്ക് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന എന്തോ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തുന്നതിൻ്റെ ഒരു സന്തോഷം നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. എന്ത് ചലഞ്ചും നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ പറ്റുമെന്നൊരു വിശ്വാസം ഈ ഒരു സമയം ഉണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഒരുപാട് ചോയ്സ് ഉണ്ടെങ്കിൽ ആ ഒരു ചോയ്സ് എല്ലാം വളരെ കെയർഫുള്ളി നിങ്ങൾ എടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ഈ സമയം നിങ്ങൾ ചിലപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. നിങ്ങളിൽ നിന്ന് വിട്ടുപോയ, നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച, നിങ്ങൾ ഒരുപാട് പ്രണയിച്ച ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരാനായിട്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഇവിടെ കുറേ ആൾക്കാർക്ക് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് എന്നാണ്. പക്ഷേ നിങ്ങളൊന്ന് റിയാലിറ്റിയിലേക്ക് വരിക എന്നുള്ളതാണ്. അപ്പോൾ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ ജീവിതത്തിൻ്റെ ഒരു പാർട്ട് മാത്രമാണ്, നമ്മളുടെ ജീവിതമല്ല, ജീവിതത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പാണ് നമ്മളുടെ ഹോൾ ലൈഫ് എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ് ഒരുപാട് പ്രശ്നങ്ങളിൽപ്പെട്ട് പിന്നെ മുന്നോട്ട് എനിക്ക് ജീവിതമില്ല എന്നൊക്കെ വിചാരിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യം നമ്മളൊന്ന് റിയലൈസ് ചെയ്യുക എന്നാണ്. അത് നമ്മളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ അച്ചീവ് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ നമ്മളുടെ ലൈഫിലുണ്ട്. അത് എപ്പോഴും ഓർക്കുക.
അപ്പോൾ അത് എപ്പോഴും നമ്മളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. പിന്നെ ഇവിടെ 3 ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ചധികം ആൾക്കാരും വിഷമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾ ഹീലിംഗ് ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്നുള്ളതാണ്. ഇവിടെ കുറേ ആൾക്കാർ നിങ്ങൾ പിന്നെയും പാസ്റ്റിലെ കാര്യങ്ങൾ ആലോചിച്ച്, ഇത് പ്രത്യേകിച്ചും ഒരു റിലേഷൻഷിപ്പ് ഇഷ്യൂ ആണ്. അപ്പോൾ റിലേഷൻഷിപ്പിൽ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്, എങ്ങനെയാണ് അതിനെ ഓവർകം ചെയ്യാൻ പറ്റുന്നത് എന്നൊക്കെ നിങ്ങൾ ആലോചിച്ച് വിഷമിക്കുന്നുണ്ട് എന്നാണ്. ഇതിൽ വേറെ എന്ത് കാര്യങ്ങളും നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. പക്ഷേ റിലേഷൻഷിപ്പിലൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് ഏത് പ്രായമായ ആൾക്കാരാണെങ്കിൽ പോലും ഏത് ഏജ് ആയാലും അതിൽ നമ്മൾ പെട്ടുപോകും. അതിൽ നിന്നും ഓവർകം ചെയ്യാനാണ് പലരും സ്പിരിച്വാലിറ്റിയിലേക്കൊക്കെ വരുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഒരു ഹാർട്ട് ബ്രേക്ക് നമുക്ക് തന്നത് നമ്മൾ സ്പിരിച്വാലിറ്റിയിലേക്ക് വരാനാണ്, നമ്മളൊന്ന് സ്റ്റേബിൾ ആകാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് മനസ്സിനെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും ആലോചിക്കാതെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ട ആവശ്യമുണ്ട് എന്ന് സ്വയം മനസ്സിലാക്കുക എന്നാണ്. പിന്നെ ഇവിടെ കുറച്ച് ആൾക്കാർക്ക് നിങ്ങൾക്കുണ്ടായിരുന്ന ആ ഒരു വേദന ഇവിടെ ഹീലായി തുടങ്ങിയ ഒരു എനർജിയും കാണുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ഈ സമയം പാസ്റ്റിലെ ചില കാര്യങ്ങൾ വിട്ടുകളയാൻ തീരുമാനിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഇനി അത് ഹോൾഡ് ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്കുണ്ടാവാം. അപ്പോൾ പാസ്റ്റിനെ ലെറ്റ് ഗോ ചെയ്യാൻ നിങ്ങൾ തീരുമാനിക്കുന്ന ഒരു എനർജിയാണ് ഇതിൽ കുറേ ആൾക്കാർക്കും കാണുന്നത്. അപ്പോൾ ചലഞ്ചിൽ നിന്നാണ് നിങ്ങൾക്കൊരു പേഴ്സണൽ ഗ്രോത്ത് ഉണ്ടാവുന്നത് എന്നുള്ള ഒരു തിരിച്ചറിവ് ഈ ഒരു സമയം നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവാം. കാരണം പാസ്റ്റിൽ നിങ്ങളെ വേദനിപ്പിച്ച കുറേ കാര്യങ്ങളിൽ നിന്ന് ഇപ്പോൾ നിങ്ങൾക്ക് കുറേ പാഠങ്ങൾ കിട്ടിയിട്ടുണ്ടായിരിക്കാം. അതുപോലെ തന്നെ ഇവിടെ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഏതോ ഒരു വ്യക്തിയുമായിട്ടുള്ളൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഹീൽ ചെയ്യുന്നു എന്നും കാണുന്നുണ്ട്. അപ്പോൾ ശരിക്കും നിങ്ങളെ ആഗ്രഹിക്കുന്ന ആൾക്കാരുടെ അടുത്ത് നിൽക്കണമെന്ന് ഈ ഒരു സമയം നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇവിടെ കിങ് ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ മറ്റുള്ളവർ നിങ്ങളോട് ഏതെങ്കിലും കാര്യങ്ങൾക്ക് ഉപദേശം തേടുന്നു എന്നാണ് കാണുന്നത്. ഒരുപക്ഷെ നിങ്ങളൊരു പാർഷ്യാലിറ്റിയും ഇല്ലാതെ വളരെ സിൻസിയറായിട്ട് അഡ്വൈസ് കൊടുക്കുമെന്ന് അറിയാവുന്ന ആളുകളാവാം. അപ്പോൾ അവർ നിങ്ങളോട് ഈ ഒരു സമയം അഡ്വൈസ് ചോദിക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ടുള്ളൊരു അഡ്വൈസ് പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. അതുപോലെ നിങ്ങൾ ഇമോഷൻസിനൊന്നും പ്രാധാന്യം കൊടുക്കാതെ, അല്ലാതെ ഇമോഷൻസ് ഒന്നും കാര്യമായിട്ട് നിങ്ങളെ ബാധിക്കാതെ പല തീരുമാനങ്ങളും എടുക്കുന്നു എന്നുള്ളതാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. വളരെ ആലോചിച്ച് വളരെ ബുദ്ധിപൂർവം എല്ലാവർക്കും ഒരുപോലെ ഫലം കിട്ടുന്ന തരത്തിലുള്ള തീരുമാനങ്ങൾ ഈ സമയം നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ സമയം നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളിൽ അവിടെ നിങ്ങൾ ഹൃദയത്തിന് വലിയ സ്ഥാനം കൊടുക്കാൻ സാധ്യതയില്ല എന്നാണ്. അപ്പോൾ നിങ്ങൾ ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകേണ്ട ഒരു സമയമാണ് എന്നുള്ളതാണ്. ഇതിനകത്ത് നിങ്ങളുടെ ബുദ്ധിയും ഹൃദയവും തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. അതായത് നിങ്ങൾ ബുദ്ധിപൂർവം ആലോചിച്ച് ഒരു കാര്യം ചെയ്യാനായിട്ട് ചിലപ്പോൾ ചില വ്യക്തികളെ വേദനിപ്പിക്കേണ്ടി വരും. അപ്പോൾ ഇമോഷണലി ഏതെങ്കിലും ആളുകളുമായിട്ട് നമ്മൾ അറ്റാച്ച്ഡ് ആണെങ്കിൽ അത് ശ്രദ്ധിച്ച് മാത്രം കൈകാര്യം ചെയ്യണം എന്നാണ് കാണുന്നത്. ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഉള്ള ആൾക്കാർ പറയുന്നതൊക്കെ അതേപടി നിങ്ങൾ വിശ്വസിക്കാതിരിക്കുക. അതുപോലെ തന്നെ ഈ ഒരു സമയം ചില കാര്യങ്ങൾ ക്ലാരിറ്റി ഉണ്ടെങ്കിൽ മാത്രം അത് അക്സെപ്റ്റ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. അതായത് നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്താവാം, അങ്ങനെ എവിടെയാണെങ്കിൽ പോലും മറ്റുള്ളവർ പറയുന്നത് അതേപടി ചെയ്യാതെ നിങ്ങൾക്കൊരു ബോധ്യമുണ്ടാവണം. എന്തെന്നാൽ ഇപ്പോൾ ഇതിൻ്റെ ആവശ്യമുണ്ടോ, ഇത് ഞാനിപ്പോൾ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് സ്വയം ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം നിങ്ങൾ ചെയ്യുക എന്നാണ്.
അപ്പോൾ ഈ ഒരു സമയം മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ ഉത്തരവാദിത്വത്തോടു കൂടി ചെയ്തു കൊടുത്ത് വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. അതുമാത്രമല്ല, നിങ്ങൾ മറ്റാർക്കെങ്കിലും വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിൽ അത് ഈ സമയം കൃത്യമായിട്ട് നടത്തിക്കൊടുക്കാനും നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. പിന്നെ ഇവിടെ 6 ഓഫ് വാൺസിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഈ സമയം ഒരുപാട് സന്തോഷവും വിക്ടറിയും ഒക്കെ ഉള്ളൊരു സമയമാണ്. നിങ്ങൾ എത്രമാത്രം വിഷമിക്കുന്നുണ്ടോ അതിനൊരു നന്മ നിങ്ങൾക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ്. ഈ സമയം നിങ്ങൾക്ക് വിക്ടറിയാണ്. മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങൾക്ക് വിജയിച്ച് കാണിച്ചു കൊടുക്കുവാനുള്ള ഒരുപാട് അനുഭവങ്ങൾ ദൈവം തരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് നിങ്ങൾ റിസീവ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ കുറേ ആൾക്കാർക്ക് ഇതിൽ ഒരു ട്രാവലിൻ്റെ എനർജി കാണുന്നുണ്ട്. പിന്നെ മറ്റുള്ളവർ നിങ്ങളെ ആദരിക്കുന്ന ഒരു എനർജിയാണ്. പാസ്റ്റിൽ നിങ്ങളെ വിഷമിപ്പിച്ചിരുന്ന അല്ലെങ്കിൽ നിങ്ങളെ ചവിട്ടി താത്തിയിരുന്ന ആൾക്കാരുടെ മുന്നിൽ നിങ്ങൾ ജയിച്ച് കാണിക്കുവാനുള്ള ആ ഒരു അവസരം പ്രപഞ്ചശക്തി നിങ്ങൾക്ക് തരുന്നു എന്നാണ് ഇതിൽ കാണുന്നത്. അപ്പോൾ ഈ സമയം നിങ്ങൾ ജീവിതത്തിൽ എത്രമാത്രം വിഷമങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതിനുള്ള ആ ഒരു ഫലം ഈ ഒരു സമയം തീർച്ചയായിട്ടും ദൈവം നിങ്ങൾക്ക് തരുന്നു എന്നുള്ളതാണ് ഇതിൽ കാണുന്നത്. പിന്നെ ഇവിടെ പേജ് ഓഫ് വാൺസിൻ്റെ ഒരു എനർജിയുമുണ്ട്. അപ്പോൾ ശുഭാപ്തി വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു സമയമാണ് നിങ്ങൾക്ക് ഈ ഒരു സമയം. അല്ലെങ്കിൽ നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റുന്ന പുതിയ എന്തെങ്കിലും ന്യൂസ് ഈ ഒരു സമയം കിട്ടുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളത് പ്രതീക്ഷിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങളുടെ ക്രിയേറ്റീവായിട്ടുള്ള കഴിവുകളെ പുറത്ത് കൊണ്ടുവരാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്. പാസ്റ്റിൽ നിങ്ങൾ നിർത്തിയിട്ടിരുന്ന കുറേ കാര്യങ്ങൾ നിങ്ങൾ റീസ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുന്നു എന്നാണ്. ശരിക്കും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ സന്തോഷത്തിനനുസരിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് തിരിഞ്ഞു വരുന്ന ഒരു എനർജി ആണ് ഇതിലുള്ളത്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത ഏതെങ്കിലും കാര്യങ്ങൾ അത് പൂർത്തിയാക്കാതെ ഇരിക്കുന്ന ആൾക്കാർ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത കാര്യങ്ങൾ പൂർത്തിയാക്കണം എന്നുള്ളതാണ്. അത് ഹീലിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും കാര്യങ്ങൾ പഠിച്ചതായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങിയിട്ട് നിങ്ങൾ വേണ്ടാന്ന് വെച്ചതായിരിക്കാം. അപ്പോൾ അത് നിങ്ങൾ വീണ്ടും ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യേണ്ടതാണ് എന്നുള്ളതാണ് ഇതിൽ കാണുന്നത്. ചില ആൾക്കാർ പ്രാർത്ഥനകൾ ചെയ്തുകൊണ്ടിരുന്നിട്ട് അത് സ്റ്റോപ്പ് ചെയ്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത് വീണ്ടും നിങ്ങളൊന്ന് റീസ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നുണ്ടായിരിക്കാം. പിന്നെ ഇവിടെ ജസ്റ്റിസ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇവിടെ ജസ്റ്റിസ് കിട്ടും എന്നാണ്. നിങ്ങൾ ഒന്നിനെക്കുറിച്ചും ആലോചിച്ച് ഓവർ തിങ്ക് ചെയ്ത് വറീഡ് ആവേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ കർമ്മഫലമാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നല്ല കർമ്മമാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കതിൻ്റെ കർമ്മഫലം കിട്ടുമെന്ന് തന്നെയാണ് കാണുന്നത്. നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന കാര്യം നിങ്ങളിലേക്ക് എത്തും എന്ന് തന്നെയാണ്. അപ്പോൾ ഇതിൽ കുറേ ആൾക്കാർക്കും നീതിക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ആളുകളുണ്ടാവാം. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലായിരിക്കാം, അല്ലെങ്കിൽ അത് വേറെ ഏത് കാര്യത്തിലായാൽ പോലും നിങ്ങളൊരു നീതിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഇവിടെ കിട്ടും എന്നാണ് കാണുന്നത്. പിന്നെ ഇവിടെ 8 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജി കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ കുറച്ചുകൂടി ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ ചെയ്യുന്നത് ആ കാര്യത്തിൽ കുറച്ചുകൂടി ഫോക്കസ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് കുറച്ചുകൂടി ഒന്ന് പഠിക്കണം എന്ന് നിങ്ങൾ തീരുമാനിക്കുന്ന ഒരു എനർജി കൂടി ഇതിൽ കാണുന്നുണ്ട്. അപ്പോൾ ഈ സമയം നിങ്ങൾ നിങ്ങളുടെ കരിയറിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നാണ് കാണുന്നത്. അപ്പോൾ അതിൽ മാക്സിമം എഫേർട്ട് ഇടാൻ ഈ ഒരു സമയം നിങ്ങൾ ശ്രമിക്കുക. അതിൽ നിങ്ങൾ മടി കാണിക്കാതിരിക്കുക എന്നുള്ളതാണ്. അതായത് നിങ്ങളിപ്പോൾ ഇടുന്ന ആ ഒരു എഫേർട്ട്
ഫ്യൂച്ചറിൽ വളരെ വലിയ നേട്ടങ്ങൾ നിങ്ങൾക്ക് നേടിത്തരാൻ സഹായിക്കും എന്നാണ്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ ഉഴപ്പിയാൽ അത് നിങ്ങൾക്ക് വലിയ ദോഷമായിട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൂടി മനസ്സിലാക്കി ശ്രദ്ധിച്ച് നിങ്ങൾ മുന്നോട്ട് പോകണം എന്നാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ ഒരുപാട് കാലങ്ങളായി അതൊന്ന് പഠിച്ചിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് വിചാരിച്ച ഏതെങ്കിലും ഒരു കാര്യം ഈ ഒരു സമയം നിങ്ങൾ പഠിക്കാൻ തുടങ്ങുന്നുണ്ടായിരിക്കാം. അപ്പോൾ അതിനുള്ള അവസരങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന ഒരു എനർജി കൂടി കാണുന്നുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് ഒരു ആഴത്തിലൊന്ന് പഠിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു സമയം നിങ്ങൾക്ക് സാധിക്കും എന്നും കാണുന്നുണ്ട്. പിന്നെ ഇവിടെ 10 ഓഫ് പെൻഡക്കിൾസിൻ്റെ ഒരു എനർജി കൂടിയുണ്ട്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ ഫിനാൻഷ്യലി വളരെ സ്റ്റേബിളായിട്ട് കുടുംബത്തോടൊപ്പം വളരെയധികം സന്തോഷമായിട്ട് ഈ ഒരു സമയം ഇരിക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട്. പിന്നെ ഇവിടെ 5 ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്ന് കാണുന്നുണ്ട്. കാരണം ഇതിൽ മനഃപൂർവ്വം ഒരു ചീറ്റിംഗ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതായത് ഇതിൽ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആരെങ്കിലും ചിലപ്പോൾ നിങ്ങളെ ഒന്ന് പറ്റിക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ട്രാവൽ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ചീറ്റിംഗ് വരാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ മറ്റാരെങ്കിലും നിങ്ങളെക്കുറിച്ചൊരു കള്ളം പറഞ്ഞ് കൊടുക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊരു സാധ്യത മാത്രമാണ്. ഇത് വരും എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട. കാരണം നിങ്ങളൊന്ന് കരുതിയിരിക്കുക എന്നാണ് ഇതിൽ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ അത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പോസിറ്റീവായിട്ടിരുന്നാൽ അട്രാക്റ്റ് ചെയ്തെടുക്കാൻ സാധിക്കില്ല. അത് അട്രാക്റ്റായിട്ട് വരികയില്ല. അതുകൂടി നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ നിങ്ങൾ അറിയിക്കുക. വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. നന്ദി.